കാറ്റത്തെ കിളിക്കോട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മറ്റു വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുധീഷ് നേരെ സുഭാഷിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടാ, ഞാനൊരു കാര്യം നിധിയോട് കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതോട് കൂടി തന്നെ സുഭാഷിന് നല്ല അങ്ങ് ദേഷ്യം വരും. എടാ, നീ എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോ? വായ തുറന്നാ നീ കള്ളം മാത്രമല്ലേ പറയാറുള്ളൂ. അത് പിന്നെ സുഭാഷ് ഏട്ടാ, എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അവളെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു. അവളെ സ്വന്തമാക്കാനും അവളുടെ സ്നേഹം നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത് എന്നങ്ങ് പറയട്ടോ സുധീഷ്. ചേട്ടാ, അതിലൊരു കള്ളത്തരമായിരുന്നു. ചേട്ടൻ ഒരു ആർക്കിടെക്റ്റ് ആണെന്നുള്ളത് ഞാൻ അവളോട് പറഞ്ഞു. അന്നേരം സുഭാഷ് ഒന്ന് ഞെട്ടലോട് ചോദിക്കുന്നുണ്ട്. എന്ത് ആർക്കിടെക്റ്റോ? ഞാനോ? എടോ, ഞാൻ വെറും ഒരു മേസ്തിരിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് പറയുന്നുണ്ട്. അത് പിന്നെ നമുക്കല്ലേ അറിയുള്ളൂ സുഭാഷ് ഏട്ടാ. പക്ഷേ ഞാൻ അവളോട് അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് പറയും. എടാ, നീ എന്തിനാടാ ഇങ്ങനെ അടിച്ചു വിടുന്നത്? നിന്നെക്കുറിച്ച് കള്ളം പറഞ്ഞത് പോരാട്ട് നീ എന്തിനാ എന്നെക്കുറിച്ച് മോനും കള്ളം പറഞ്ഞു വെച്ചേക്കുവാണോ? നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെയൊക്കെ കള്ളം പറയാനെന്നൊക്കെ ചോദിക്കട്ടെ സുഭാഷ്. സുഭാഷ് അങ്ങനെ സുധീഷിനെ കുറേ അധികം ചീത്ത പറയുന്നുണ്ട്. സുധീഷ് അപ്പോഴൊക്കെ ദയനീയമായി പറയാണ്. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്. എടാ, അതൊക്കെ പോട്ടെ. നീ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല ഏട്ടാ, എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരണം ഏട്ടൻ എന്ന് പറയും. അപ്പോൾ എന്ത് ഉപകാരം എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്. അതെ, ചേട്ടൻ വലിയ ആർക്കിടെക്റ്റ് ആണെന്നൊക്കെയാ ഞാൻ നിധിയോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഭാഷ് ഏട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അവൾക്കൊരു ജോലി വാങ്ങിക്കൊടുക്കണം. അയ്യോ, ജോലിയോ? ഞാനോ? ഇതെന്താണ് നീ ജോലി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ജോലി വെച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു സുഭാഷ് ദേഷ്യപ്പെടും. എടോ, ഞാൻ വെറും ഒരു മേസ്തിരിയല്ലേ, നിനക്കറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ. അന്നേരം സുധീഷ് പറഞ്ഞത്. അല്ല ചേട്ടാ, ചേട്ടൻ ഈ എഞ്ചിനീയർമാരെയൊക്കെ നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അവരുടെ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്ക്. ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റിനോട് പറഞ്ഞാൽ മതിയല്ലോ, ഉറപ്പായിട്ടും അവൾക്ക് ജോലി കിട്ടും. അവൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ളതല്ലേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക് ചേട്ടാന്നൊക്കെ പറയട്ടെ സുധീഷ്. ദേ സുധീഷേ, നീ മിണ്ടാതെ അങ്ങ് പോയിക്കോ. കള്ളം പറയുന്നത് പോരാഞ്ഞിട്ട് ഇനി ഇതും കൂടി ഞാൻ ചെയ്തു തരണോ? നിനക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്തത്. ദേ, നീ വെറുതെ എൻ്റെ വായിൽ നിന്നൊന്നും കേൾപ്പിക്കരുത്. ദേ സുഭാഷ് ഏട്ടാ, പ്ലീസ്, എനിക്ക് മറ്റു നിവൃത്തിയൊന്നുമില്ല. ചേട്ടനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു തരാമെന്നാ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. പ്ലീസ് ചേട്ടാ, എന്നെ കൈവിടില്ലേ. അന്നേരം സുഭാഷിന് വല്ലാതാവുന്നുണ്ട്. ശരി, ഞാൻ നോക്കാം. അല്ല ചേട്ടാ, ചേട്ടന് കുറേ അധികം എഞ്ചിനീയർമാരെ അറിയാലോ. കുറേ സൈറ്റ് ചേട്ടൻ പണിയുന്നതല്ലേ. ആയിക്കോട്ടേടാ, ഞാൻ നോക്കാം. ഉറപ്പൊന്നുമില്ല. ഒടുവിൽ സുധീഷ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സുഭാഷിന് വല്ലാത്ത ടെൻഷനായിരുന്നു. ഇവനിത് എന്ത് ഭാവിച്ചാ? അതോർത്തുകൊണ്ട് തന്നെ സുഭാഷ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതേ സമയം നിധിയും നികേഷും കൂടി സിം കാർഡ് എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. വരുന്ന വഴിക്ക് തന്നെ രണ്ടുപേരും വലിയൊരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങി കഴിച്ചു. കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ രണ്ടുപേരും വരുന്നത്. അപ്പോൾ വഴിയിൽ ചെറിയൊരു കട കണ്ടപ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്. ഈ കട കണ്ടോ ചേച്ചി? ഇവിടെ നല്ല പൊറോട്ട കിട്ടും. ആഹാ, കൊള്ളാമല്ലോ. അത് എൻ്റെ കുഞ്ഞുനാൾ മുതലേ അങ്ങനെയാ. പൊറോട്ടയും സാമ്പാറും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഭാഷേട്ടൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് എനിക്ക് വയറ് നിറയെ പൊറോട്ടയും സാമ്പാറും ഒക്കെ വാങ്ങിച്ചു തരും. ഇത് കേട്ടപ്പോൾ തന്നെ നിധി പറഞ്ഞു. ആഹാ, കൊള്ളാമല്ലോ. സുഭാഷേട്ടൻ ആള് കൊള്ളാലോ. പിന്നെ ചേട്ടനെ കുറിച്ച് എന്താ വിചാരിച്ചേ? അല്ല, സുഭാഷേട്ടന് ഇപ്പോൾ എത്ര പ്രായമുണ്ട് എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷേട്ടന് 32 വയസ്സുണ്ട് എന്ന് പറയാണ്. 32 വയസ്സോ? അതെ, 32 വയസ്സുണ്ട്. എന്നെ കുഞ്ഞുനാൾ മുതലേ സുഭാഷേട്ടനാണല്ലോ നോക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷും ഹരീഷിനൊക്കെ എത്ര വയസ്സ് കാണും? സുധീഷിന് 26 വയസ്സ്, ഹരീഷിന് 23 വയസ്സുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും പ്രായം പറഞ്ഞു കൊടുക്കാണ് നിധിക്ക്. അതെ, ചേച്ചിക്കറിയോ, എനിക്ക് കുഞ്ഞുനാൾ മുതലേ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ എനിക്ക് സുഭാഷേട്ടന് ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നു. എന്നിട്ട് എപ്പോഴും പറയും സൈക്കിൾ കൊണ്ട് ദൂരെയൊന്നും പോവരുത് എന്നൊക്കെ. പക്ഷേ ഒരു ദിവസം ഞാൻ സൈക്കിളും കൊണ്ട് ഇറങ്ങിയതാ. എതിരെ ഒരു വണ്ടി വന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആകെ ടെൻഷനായി. ഞാൻ സൈഡ് കൊടുത്തപ്പോൾ ആകെ ഉരുണ്ടങ്ങ് താഴെ വീഴുകയും ചെയ്തു. താഴെ വീണ് എൻ്റെ കയ്യിലും കാലിലും ഒക്കെ കുറേ അധികം തൊലി പോയി. എൻ്റെ പൊന്നോ, അന്നത്തെ ആ ഒരു പാട് ഇപ്പോഴും എൻ്റെ കാലിലുണ്ട്. അന്നൊന്നും പറയണ്ട, എന്നെക്കാളും കൂടുതൽ കരഞ്ഞത് സുഭാഷേട്ടനായിരുന്നു. എന്തൊരു ടെൻഷനായിരുന്നു എന്നറിയോ ചേട്ടന്? എന്തൊരു കരച്ചിലായിരുന്നു എന്നറിയോ? അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇത് കേട്ട് നിധി അങ്ങ് ചിരിച്ചു. അന്നും ഇന്നും സുഭാഷേട്ടന് ഞങ്ങൾ അനുജന്മാരെന്ന് വെച്ച ജീവനാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോറൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചേട്ടനൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അല്ല, എന്നിട്ടെന്താ സുഭാഷേട്ടനും കല്യാണം കഴിക്കാതിരുന്നത് എന്ന് നിധി ചോദിച്ചു. അത് പിന്നെ കുറേ പെണ്ണൊക്കെ കണ്ടതാ. പക്ഷേ ഒന്നും അങ്ങോട്ടേക്ക് സെറ്റാവുന്നില്ല. കണ്ടു മടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. ഞങ്ങളുടെ വീട്ടിലൊരിക്കലും പെണ്ണുങ്ങൾ വാഴില്ല എന്ന ദുഷ്പേരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആരും തന്നെ വിശ്വസിച്ച് ചേട്ടന് പെണ്ണ് കൊടുക്കാറില്ല. വീട്ടിലൊരു പെണ്ണില്ല എന്ന് പറഞ്ഞിട്ടാണ് അയൽക്കാരൊക്കെ സുഭാഷേട്ടന് ഒരു പെണ്ണ് കൊടുക്കാൻ പോലും തയ്യാറാക്കാത്തത് എന്ന് പറയും.
എന്ത്, വീട്ടിൽ പെണ്ണില്ലാത്തത് കൊണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേ ചേച്ചി, ഞങ്ങൾ 3-4 ആണുങ്ങൾ മാത്രമല്ലേ വീട്ടിലുള്ളൂ. അങ്ങനെയുള്ള വീട്ടിലേക്ക് എങ്ങനെയാ ഒരു പെൺകുട്ടിയെ വിടുന്നത് എന്ന് ചോദിച്ചിട്ടാ. പക്ഷേ ഇനി പേടിക്കണ്ടല്ലോ, ഇപ്പൊ നിധി ചേച്ചി ഉണ്ടല്ലോ, ധൈര്യമായിട്ട് ഇനി സുഭാഷ് ചേട്ടന്റെ കല്യാണം വന്നാലും അത് ഉടനെ തന്നെ നടക്കും. അങ്ങനെ സംസാരിച്ച് അവരിങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് തന്നെ ഭാസ്കരൻ വീട്ടിലാണെങ്കിൽ ഉച്ചഭക്ഷണമെല്ലാം എടുത്തു തന്നെ കഴിക്കുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങളൊന്നും അങ്ങ് മൂടി വെക്കില്ല. എല്ലാം തുറന്നിടും. പ്ലേറ്റുകളൊക്കെ അവിടെയും ഇവിടെയും അങ്ങ് നിർത്തി വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ചോറും കറിയൊക്കെ കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ അവിടെ തന്നെ നിരത്തിയിട്ടിട്ട് അതൊന്നും തന്നെ മൂടി വെക്കാതെ ആയിരിക്കട്ടെ ഭാസ്കരൻ അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇടയ്ക്കിടെ സുഭാഷ് അതിന്റെ പേരിൽ ഭാസ്കരനോട് വഴക്ക് കൂടാറുമുണ്ട്. അച്ഛനോട് എത്ര പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല. ഇതൊന്നും മൂടി വെക്കേണ്ടതല്ലേ, വല്ല പാറ്റയോ പല്ലിയോ ഒക്കെ ഇതിലേക്ക് വീഴില്ലേ, ബാക്കിയുള്ളവർക്കും കൂടി കഴിക്കേണ്ടതില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഭാസ്കരൻ അതൊന്നും തന്നെ അംഗീകരിക്കില്ല. പിന്നീട് അങ്ങനെ നിധിയും നികേഷും വീട്ടിലേക്ക് തിരിച്ചെത്തി. നിധിക്ക് നല്ല ദാഹം തോന്നി. വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് ഈ ഒരു കാഴ്ചയായിരിക്കും. എല്ലാ ഭക്ഷണപാത്രങ്ങളെല്ലാം തന്നെ തുറന്നിട്ടിരിക്കുന്നു. അപ്പോഴേക്കും നികേഷ് അങ്ങോട്ടേക്ക് വന്നു. കഴിച്ച് എച്ചിൽ പാത്രം പോലും മാറ്റാതെ വേസ്റ്റ് പാത്രത്തിൽ ഇടാതെ അവിടെ കൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ നിധിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അവൾ അതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ നികേഷ് പറഞ്ഞു, ചേച്ചി അത് വിട്ടേക്ക്, ഞാൻ ചെയ്തോളാം. അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ചേച്ചി ആ വേസ്റ്റ് ഒന്നും കൈ വെക്കണ്ട. ഇതൊന്നും തന്നെ നിധിക്ക് പരിചയമില്ലാത്തതല്ലേ. ഞാൻ ക്ലീൻ ആക്കിക്കോളാം ചേച്ചി, ചേച്ചി മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തും. നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറയും. അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നേരം നിധി പറഞ്ഞു, ഞാനൊരു കോള് വിളിച്ചിട്ട് വരാം. ഫോണും സിമ്മൊക്കെ ആക്റ്റീവായിട്ടുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നിധിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനെ ഒന്ന് വിളിക്കണമായിരുന്നു. അച്ഛൻ്റെ നമ്പറൊക്കെ ബൈഹാർട്ടാണല്ലോ. രാജീവിൻ്റെ ഫോണിലേക്ക് ഉടനെ തന്നെ നിധി വിളിച്ചു. രാജീവ് ഫോൺ എടുത്തത് ആരാണെന്ന് ചോദിക്കും. നിധി ഒരു നിമിഷത്തേക്കൊന്ന് നിശബ്ദയായി. അച്ഛനോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് നിധിക്കറിയില്ലായിരുന്നു. അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അച്ഛാ, ഇത് ഞാനാ, ഇത് നിധിയാണ്. മറുഭാഗത്തു നിന്ന് ഒരു നിമിഷത്തെ നിശബ്ദത കണ്ടു. നിധിയോ? ഏത് നിധി? അച്ഛാ, ഞാൻ അച്ഛൻ്റെ മോളാ നിധി. ഏതച്ഛൻ, ഏത് മോള്? എനിക്ക് അങ്ങനെ ഒരു മോളില്ല. എനിക്കുണ്ടായിരുന്ന എൻ്റെ മോള് നിധി മരിച്ചുപോയി. അത് കേട്ടതോടുകൂടി തന്നെ നിധിക്ക് വല്ലാത്ത സങ്കടം വന്നു. അച്ഛാ, ഇതെൻ്റെ പുതിയ സിം കാർഡാണ്. ആക്റ്റീവ് ആയപ്പോൾ ഉടനെ തന്നെ ഞാൻ അച്ഛനെ വിളിക്കാമെന്ന് തോന്നി. ദേ, ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം, മേലാൽ ഇനി എന്നെ വിളിച്ചു പോവരുത്, എന്നെ ശല്യം ചെയ്യരുത്. എനിക്കിങ്ങനെ ഒരു മോളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാജീവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്തു. ആ സമയം ഹേമയും സാന്ദ്രയും അങ്ങോട്ടേക്ക് വന്നു. ആരാ രാജീവേട്ടാ വിളിച്ചത്? അവർ ചോദിച്ചു. അവളാ, ആ നിധിയാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് അവൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും. എന്ത് പറയാനാ, ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ഫോൺ കട്ട് ചെയ്തു. രാജീവേട്ട, അവളുടെ ജീവിതം എന്താണെന്ന് നമ്മളൊന്ന് അറിയേണ്ടതല്ലേ? ഹേമ ചോദിച്ചു. എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അവൾ പോയത് പോയി. ഇനി അവളെക്കുറിച്ച് ആരും ഇവിടെ ചിന്തിക്കണ്ട. എന്നാലും നമ്മുടെ മോളല്ലേ രാജീവേട്ട, അവൾക്ക് വല്ല ആപത്തും വന്നു കഴിഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? അവളുടെ ജീവിതം ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. രാജീവേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഹേമ കരഞ്ഞു. സാന്ദ്രയും പറഞ്ഞു, പാവമാണ് നിധി, അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. രാജീവൻ പറയുന്നത് അതൊക്കെ അവളുടെ തോന്നിവാസത്തിന് പോയതല്ലേ. നമ്മൾ ആരും അവളെ ഇവിടെ നിന്ന് പിടിച്ചിറക്കി വിട്ടതൊന്നുമല്ലല്ലോ. അവൾക്ക് അവിടെയാണ് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് പോയതല്ലേ എന്നൊക്കെ ചോദിക്കും. നിധി അപ്പോഴൊക്കെ ഏങ്ങലടിച്ച് കരയാണ്. അച്ഛൻ്റെ വാക്കുകൾ അത്രമാത്രം വേദനയുണ്ടാക്കി. കുറേ സമയം കഴിഞ്ഞപ്പോൾ സുഭാഷിന്റെ വീട്ടിലേക്ക് ഒരു ബ്രോക്കർ വന്നു. മുൻപ് കുറേ വിവാഹാലോചനകൾ കൊണ്ടുവന്നിരുന്ന ആളായിരുന്നു അത്. നിധി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ബ്രോക്കർ ചോദിച്ചു, തനിക്ക് വീട് മാറിപ്പോയോ? ഈ വീട്ടിൽ ഇതുവരെ പെണ്ണ് കണ്ടിട്ടില്ലല്ലോ. അപ്പോഴേക്കും നികേഷ് പറയുന്നത്, ആ ചേട്ടാ, എന്താ ഈ വഴിക്കൊക്കെ? എടാ, ഇവിടുത്തെ ഈ പെണ്ണാരാ? ഇവിടുത്തെ ആൾ തന്നെയാണ്. അതെ, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു. ആരുടെ? സുഭാഷിന്റെയോ? എന്നിട്ട് അവനൊരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ. ആ സമയം തന്നെ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. നികേഷ് പറഞ്ഞു, അല്ല, സുഭാഷ് ചേട്ടന്റെ അല്ല, സുധീഷ് ചേട്ടന്റെ കല്യാണമാണ് കഴിഞ്ഞത്. സുഭാഷ് നിൽക്കുമ്പോൾ സുധീഷിന്റെ കല്യാണം കഴിച്ചെന്നോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, എല്ലാം പെട്ടെന്നായിരുന്നു. അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. ഓ, അങ്ങനെ. എന്നാലും സുധീഷ് ഇത്ര പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അതെന്താ പ്രശ്നം? ചേട്ടൻ നിൽക്കുന്ന സമയത്തിന് അനുജന് നല്ലൊരു ആലോചന വന്നാൽ അത് വേണ്ടെന്ന് വെക്കണോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രോക്കർ പറഞ്ഞു, ഞാൻ നല്ലൊരു ആലോചനയുമായിട്ടാണ് വന്നത്. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. നീ ആള് കൊള്ളാമല്ലോടാ, ചേട്ടനെ കടത്തി വെട്ടിയല്ലോ അല്ലേ? പക്ഷേ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരായിരുന്നോ നിനക്കിതൊക്കെ? സുധീഷ് പറഞ്ഞു. ബ്രോക്കറെ, എത്ര ആലോചന കൊണ്ടുവന്നു, എന്നിട്ട് വല്ലതും നടന്നോ? ഇനി കൂടുതലൊന്നും പറയണ്ട. സുഭാഷ് പറഞ്ഞു, തൽക്കാലം ഇപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നില്ല, ചേട്ടൻ പോയിക്കോ. അങ്ങനെ അയാളെ അവിടെ നിന്നും വിട്ടു. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ ചെയ്തത്? നല്ല ആലോചനയാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നില്ലേ? നികേഷ് പറഞ്ഞു, സുഭാഷ് ഏട്ടൻ 13 പെണ്ണ് കാണാൻ പോയതാ. 13 എണ്ണമോ? അതെ, ഒടുവിൽ കണ്ട് കണ്ട് മടുത്തു.
ഈ 13 പെൺകുട്ടികൾക്കും സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടില്ലേ? സുഭാഷ് ഏട്ടനെ ഇഷ്ടപ്പെടും, പക്ഷേ പെൺവീട്ടുകാർ കാണാൻ വരുമ്പോഴാണ് പ്രശ്നം. അതെന്താ അങ്ങനെ? അവർക്ക് പല ഡിമാൻഡുകളാ. ഇവിടെ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളത്. അങ്ങനെയുള്ള വീട്ടിലേക്ക് പെൺകുട്ടിയെ എങ്ങനെയാ അവർ വിടുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചെക്കനെയും പെണ്ണിനെയും ഒക്കെ ഇഷ്ടപ്പെട്ടതാ. എന്നിട്ടെന്താ കല്യാണം നടക്കാത്തത്? അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. നിധി നിർബന്ധിച്ചപ്പോൾ സുധീഷ് പറഞ്ഞു. ആ കഥ കേട്ടാൽ ചിരി വരും. നികേഷ് പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പെണ്ണ് കാണാൻ പോയപ്പോൾ ചായയും വടയും ഒക്കെ തിന്നു. പരിപ്പുവട കിട്ടിയപ്പോൾ സുഭാഷേട്ടൻ അത് കഴിച്ചു നോക്കിയിട്ട് ചോദിക്കുക ആരാ ഉണ്ടാക്കിയത് എന്ന്. പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ സുഭാഷേട്ടൻ നേരെ പെണ്ണിനെയും കൂട്ടി കിച്ചണിലേക്ക് പോയി. കിച്ചണിലേക്കോ? എന്ത് കിച്ചണിലേക്കോ? അതെ, അവിടെ ബാക്കിയുള്ള മാവ് എടുത്തുകൊണ്ട് തന്നെ വട എങ്ങനെയാണ് ശരിക്കും ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുത്തു. ഇത് കേട്ട് നിധി പോലും ചിരിച്ചു. ആഹാ, കൊള്ളാമല്ലോ സുഭാഷേട്ടൻ. എന്നിട്ടെന്താ ആ കല്യാണം നടക്കാതിരുന്നത് എന്ന് ചോദിക്കും. ഇവിടെ ആണുങ്ങൾ മാത്രമായതുകൊണ്ടാണ് ഒരു കല്യാണം ഇവിടെ നടക്കാത്തത്. ആരും ഇങ്ങോട്ടേക്ക് പെണ്ണിനെയൊന്നും തരുന്നില്ല. നിധി ആലോചിച്ചു. ഇത് കഷ്ടം തന്നെയാണ്. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ, അതും പോരാതെ ഒരു നല്ലൊരു ആർക്കിടെക്റ്റ്. ആർക്കിടെക്റ്റോ? നികേഷ് അമ്പരന്ന് പോയി. അങ്ങനെ സത്യം തുറന്നു പറയാൻ നോക്കിയപ്പോഴേക്കും സുധീഷ് അവന്റെ വായങ്ങ് പൊത്തിപ്പിടിച്ചു. എന്നിട്ട് മിണ്ടരുത് എന്ന് പറയും. സുഭാഷിനാകെ ബുദ്ധിമുട്ടായി. നിധി പറഞ്ഞു, സുഭാഷേട്ടൻ പേടിക്കണ്ട, നല്ല ആലോചന വരും. സുധീഷ് പറഞ്ഞു, സുഭാഷേട്ടന്റെ കല്യാണം നമുക്ക് ഗംഭീരമായി തന്നെ നടത്തണം. ഇതേ സമയത്തിന് സുഭാഷിന്റെ വീട്ടിലെ പഴയ അടുക്കളയിൽ നിധി പതുക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഒരു കനലായി തന്നെ എരിയുന്നുണ്ടായിരുന്നു. എനിക്കൊരു മകളില്ല എന്ന ആ ഒരൊറ്റ വാചകം അവളുടെ സമാധാനം കെടുത്തി. എങ്കിലും ചുറ്റുമുള്ള ഈ ആണുങ്ങളുടെ ലോകത്ത് താൻ ഇപ്പോൾ സുരക്ഷിതയാണെന്ന തോന്നൽ അവൾക്ക് ഒത്തിരിയധികം ആശ്വാസം നൽകി. സുഭാഷ് തന്റെ പണിയെല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് വന്നിരിക്കുകയായിരുന്നു. ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം അവനെ വേട്ടയാടുന്നുണ്ട്. താൻ ഒരു മേസ്ത്രി മാത്രമായിട്ടും സുധീഷ് പറഞ്ഞുണ്ടാക്കിയ ആ ആർക്കിടെക്റ്റ് എന്ന കള്ളം എപ്പോഴാണ് പൊളിയുക എന്ന പേടി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. അവൻ പതുക്കെ നിധിയുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു, എന്താ നിധി, നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? അച്ഛനെ വിളിച്ചിട്ട് വല്ലാത്ത വിഷമത്തിലാണല്ലോ. നിധി കണ്ണു തുടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, അച്ഛൻ എന്നെ വെറുത്തു സുധീഷേട്ടാ. ഇനി ഒരിക്കലും എനിക്ക് ആ പടി ചവിട്ടാൻ കഴിയില്ല എന്നാ തോന്നുന്നത്. സുധീഷ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ലല്ലോ, നീ ടെൻഷൻ അടിക്കാതെ, നിനക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുറ്റത്ത് ഒരു പഴയ സ്കൂട്ടർ വന്നു നിന്നത്. അത് മറ്റാരുമല്ല, സുഭാഷിന്റെ ആ പഴയ സുഹൃത്തും കോൺട്രാക്ടറുമായ വർക്കിയായിരുന്നു. അയാൾ വണ്ടി നിർത്തിയതും ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടാ സുഭാഷെ, ആ വില്ലയുടെ പണി തീർക്കാൻ കുറച്ചുകൂടി സിമെന്റ് വേണം. പിന്നെ നീ വരച്ചു തന്ന ആ ഒരു പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്താൻ ആർക്കിടെക്ട് സാർ പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി തന്നെ നിധി ചെവി കൂർപ്പിച്ചു. പ്ലാനോ? സുഭാഷേട്ടനാണോ പ്ലാനൊക്കെ ചെയ്യുന്നത്? അവൾ അത്ഭുതത്തോടെ സുധീഷിനെ നോക്കി. സുധീഷ് ആകെ വിയർത്തുപോയി. അവൻ വേഗം തന്നെ വർക്കിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. വർക്കിയേട്ടാ, ഒന്ന് പതുക്കെ പറ, ഞങ്ങൾ അതൊക്കെ നോക്കിക്കോളാം. സുഭാഷ് വേഗം കസേരയിൽ നിന്നും എഴുന്നേറ്റ് വർക്കിയുടെ അടുത്തേക്ക് പോയി. നിധി അപ്പോൾ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടൻ ശരിക്കും ആരാ? എനിക്കറിയണം. സുധീഷിന് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനൊന്നും കഴിഞ്ഞില്ല. അവൻ പതുക്കെ പറഞ്ഞു, അത് പിന്നെ, സത്യം പറഞ്ഞ ഞങ്ങളുടെ ചേട്ടൻ കോളേജിലൊന്നും പഠിക്കാൻ പോയിട്ടില്ല. പക്ഷേ 10 കൊല്ലമായിട്ട് വലിയ വലിയ എഞ്ചിനീയർമാരുടെയൊക്കെ കൂടെ പണിയെടുക്കുന്നു. പുള്ളിക്ക് എല്ലാം അറിയാം. വലിയ വലിയ പ്ലാനുകൾ പുള്ളി സ്വന്തമായിട്ട് തന്നെ തിരുത്തി കൊടുക്കാറുണ്ട്. പുള്ളിക്ക് ഡിഗ്രി ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ ബുദ്ധി കൊണ്ട് തന്നെ പുള്ളി ഒരു ആർക്കിടെക്റ്റ് തന്നെയാണ് എന്ന് പറയും. നിധി ഒരു നിമിഷം ആലോചിച്ച് നിന്നു. കള്ളമാണെങ്കിലും സുഭാഷിന്റെ ആ കഴിവിൽ അവൾക്ക് ബഹുമാനം തോന്നി. അവൾ പതുക്കെ സുഭാഷിന്റെ അടുത്തേക്ക് ചെന്നു. സുഭാഷ് ഏട്ടാ, ജോലി ഏതാണെങ്കിലും മാനം മുട്ടുന്ന കഴിവാണല്ലോ ചേട്ടനുള്ളത്. അതിങ്ങനെ തുറന്നു പറയാൻ എന്തിനാ പേടിക്കുന്നത്? സുഭാഷ് തല താഴ്ത്തി നിന്നു. അത് പിന്നെ നിധി, നീയൊക്കെ വലിയ വീട്ടിൽ നിന്നും വന്നതല്ലേ. ഞാൻ വെറും മണ്ണിൽ പണിയെടുക്കുന്ന മേസ്ത്രി മാത്രാണ്. അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഞങ്ങളെ പുച്ഛിക്കില്ലേ എന്നോർത്തു. നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല സുഭാഷേട്ടാ, അധ്വാനിക്കുന്നവനോടാ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം. പിന്നെ ഒരു കാര്യം കൂടെ, നാളെ മുതൽ ഞാനും കൂടി സൈറ്റിലേക്ക് വരുന്നുണ്ട്. എനിക്ക് പഠിച്ചതൊക്കെ ഒന്ന് നോക്കണമല്ലോ. നമുക്ക് ഒരുമിച്ച് ഒരു ആർക്കിടെക്ട് ഓഫീസും തുടങ്ങാം. എന്നിട്ട് നമുക്ക് പണി തുടങ്ങാമെന്നൊക്കെ നിധി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് സുഭാഷിന് ഒരുപാട് സന്തോഷമായി. ഇത് കേട്ടപ്പോൾ നികേഷും ഹരീഷൊക്കെ കൈയടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നു. ഭാസ്കരൻ പോലും തന്റെ ആ പഴയ പ്ലേറ്റ് കഴുകി വെച്ചുകൊണ്ട് ചിരിച്ചു. അങ്ങനെ അന്ന് രാത്രി ആ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. എല്ലാവരും ചേർന്ന് ഭക്ഷണം പാചകം ചെയ്തു. ഭാസ്കരൻ ആദ്യമായി തന്റെ പാത്രം കഴുകി മൂടി വെച്ചു. ആ പഴയ വീടിന്റെ ഉമ്മറത്തിരുന്നതുകൊണ്ട് നിലാവിന്റെ കഥകൾ പറയുമ്പോൾ നിധിയുടെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു. അച്ഛന്റെ ശാപം ഒരു വശത്തുണ്ട് എങ്കിലും സ്നേഹമുള്ള ഒരു കൂട്ടം ആണുങ്ങളുടെ ഈ ചെറിയ ലോകത്ത് അവൾ ഒരു പുതിയ നിധിയായി മാറുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായതോടുകൂടി തന്നെ പിന്നീടുള്ളത് സുഭാഷിന്റെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളായിരിക്കും.
ആർക്കായിരിക്കും സുഭാഷിന്റെ വടയുണ്ടാക്കൽ വിദ്യ ഇഷ്ടപ്പെടുക? സുഭാഷിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി ആരായിരിക്കും എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.